ഓം ശാന്തി. സംഭവിച്ചു പോയ തെറ്റുകളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നത് കറയുടെ മേൽ കറ പിടിപ്പിക്കുന്നതിന് സമാനമാണ്. അതിനാൽ ഭഗവാൻ പറയുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, അതിന് ഫുൾ സ്റ്റോപ്പ് അഥവാ പൂർണ്ണവിരാമമിടൂ എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള ജീവിതയാത്രയിൽ പലപ്പോഴും പല തെറ്റുകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. ചിലത് അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും, ചിലത് ചില സാഹചര്യങ്ങൾക്ക് വശപ്പെട്ട് നമ്മൾ ചെയ്തു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചില സംസ്കാരങ്ങൾ, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ചില ദുർബല സംസ്കാരങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച തെറ്റുകളാകാം. പക്ഷേ ജീവിതയാത്ര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിതയാത്രയിൽ വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ യാത്രയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമ്മുടെ ഉന്മേഷത്തെ, ഉത്സാഹത്തെ നമുക്ക് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സംഭവിച്ചു പോയ ആ തെറ്റുകൾ, നമ്മുടെ മനസ്സിലുണ്ടാക്കിയ കറകൾ നമുക്ക് മറക്കാനും മായ്ക്കാനും കഴിയണം. പക്ഷെ ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ നമുക്ക് മറക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അപ്പോഴേ നമുക്ക് മറക്കാൻ കഴിയുന്നത് ക്ഷമിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇതുവരെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, അതുവരെ മറക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റണം. കാരണം തെറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ, തെറ്റിനെ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളോടാണ് അനീതി പുലർത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കും. അത് ആത്മവഞ്ചന പോലെയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും കുത്തലുണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കുത്തലുകളിൽ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ, ആ കുത്തലുകൾ എത്ര നാളുണ്ടോ അത്രയും നാൾ ആ തെറ്റുകൾ സ്മരിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മളോട് നീതി പുലർത്തുക, അർത്ഥം നമ്മൾ നമ്മളോട് ക്ഷമിക്കണം. ക്ഷമയുടെ രണ്ടാമത്തെ ഭാഗമാണ് തെറ്റ് തിരുത്തൽ. നമുക്ക് മറക്കാൻ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ സംഭവിച്ചു പോയ ഫുൾ സ്റ്റോപ്പിന്, നമുക്ക് സംഭവിച്ചു പോയ ആ തെറ്റിന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് തിരുത്താൻ കഴിയണം. അതായത് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ തെറ്റ് തിരുത്തൽ. നമ്മൾ സംഭവിച്ചു പോയ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും, അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചുവല്ലോ, അയ്യോ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എന്നാലും അവരെന്നോട് ചെയ്തുവല്ലോ. കാരണം തെറ്റുകൾ രണ്ട് തരത്തിലാണ് ഉണ്ടാകുക. ഒന്ന് നമുക്ക് സ്വമേധയാ സംഭവിച്ചു പോയ തെറ്റുകളോ അബദ്ധങ്ങളോ ആകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്ത തെറ്റുകളോ അല്ലെങ്കിൽ അപരാധങ്ങളോ ആകാം. രണ്ട് നമ്മുടെ മനസ്സിനെ കറ പിടിപ്പിക്കും. പക്ഷേ ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ നമ്മൾ നമ്മളോട് ക്ഷമിക്കണം. ഇനി മറ്റൊരാൾ നിമിത്തമാണ് നമുക്ക് ആ വേദന അല്ലെങ്കിൽ കഷ്ടം അല്ലെങ്കിൽ ആ തെറ്റിന് വശപ്പെടേണ്ടി വന്നത്, അവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. എങ്കിലും മാത്രമേ നമുക്ക് മറക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ചോദിക്കും, തെറ്റ് സംഭവിച്ചു പോയി, അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട പശ്ചാത്താപം, പറയാറുണ്ട് പശ്ചാത്താപത്തിലൂടെ തെറ്റ് തിരുത്താമെന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് പശ്ചാത്താപം? പശ്ചാത്താപം നമുക്കുണ്ടാകുക അർത്ഥം നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഒരിക്കൽ സംഭവിച്ചു പോയ തെറ്റ് ആവർത്തിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പശ്ചാത്താപം. അതിലൂടെയാണ് നമുക്ക് തിരുത്തൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത്, തെറ്റുകൾ നമുക്ക് സംഭവിച്ചത് ഒരു തവണയാണ്. പക്ഷേ ആ സംഭവിച്ച തെറ്റുകളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ഒരിക്കലൊരു മുറിവുണ്ടായി, ആ മുറിവിൻ്റെ മേൽ വീണ്ടും നമ്മൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും പോലെയാണ്. മുറിവിൻ്റെ മേൽ വീണ്ടും നമ്മൾ ഒന്നും കൂടി മുറിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ മുറിവ് ആഴമേറിയതാകും, വേദന അധികമാകും. ഇനി ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ അടയാളം കാലങ്ങളോളം നിലനിൽക്കും. അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചതിന് ശേഷം നമ്മൾ ആ തെറ്റിനെക്കുറിച്ച് തന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ കറയുടെ മേൽ കറ പിടിപ്പിക്കുക, അർത്ഥം വേദനയുടെ മേൽ വേദന. ഇനി നമ്മൾ പശ്ചാത്താപം നമുക്ക് വന്നാൽ പോലും ആ വേദന ഉണ്ടാക്കിയ വ്യഥയിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ വളരെ കാലങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, പുട്ട് എ ഫുൾ സ്റ്റോപ്പ്. പക്ഷേ ഫുൾ സ്റ്റോപ്പ് എപ്പോഴാണ് ഇടാൻ കഴിയുക? ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം, മറക്കാൻ കഴിയണം, ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് തിരുത്തൽ അവശ്യം കൊണ്ടുവരണം. ചെയ്തു പോയ തെറ്റ് ആവർത്തിക്കാതിരിക്കുക, ഇനിയൊരു തെറ്റ് ചെയ്യാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ തെറ്റ് തിരുത്തൽ അല്ലെങ്കിൽ പശ്ചാത്താപം. ഈ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് കഴിഞ്ഞു പോയതിന്
വിസ്മരിക്കാൻ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയും. അപ്പോൾ നമുക്ക് മറക്കേണ്ടത് മറക്കാൻ കഴിയും, മറക്കേണ്ടത് മറന്നാലേ നമുക്ക് ഓർമ്മിക്കേണ്ടത് ഓർമ്മിക്കാനും കഴിയും. ഓം ശാന്തി.